പക്ഷേ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ആൻജിയോഗ്രാം എടുത്ത എല്ലാ രോഗികളും ആൻജിയോപ്ലാസ്റ്റി ചെയ്യണോ എന്നത്. അതുപോലെ തന്നെ സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തീർച്ചയായിട്ടും. നാം ഒരു 1977 ആന്ത്രിയാസ് റൊളാൻ ഗ്രുൻസിക് എന്ന് പറയുന്ന ജർമ്മൻകാരൻ ആദ്യമായി ആൻജിയോപ്ലാസ്റ്റി സ്വിറ്റ്സർലൻഡിലെ സ്യൂറിച്ചിലെ ഒരു യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ വെച്ച് കണ്ടുപിടിക്കുന്നത്. ആന്ത്രിയാസ് റൊളാൻ ഗ്രുൻസിക്. അത് വാസ്തവം പറഞ്ഞാൽ ഈ ആൻജിയോപ്ലാസ്റ്റിയുടെയൊക്കെ പിതാവ് എന്ന് പറയാം. 1977 അദ്ദേഹം അത് അത്ഭുതകരമായ ഒരു റെവല്യൂഷണറി ചികിത്സയായിട്ട് കാണുകയാണ്. അതോടൊപ്പം നാം അന്നുവരെ ഔഷധം കൊണ്ട് ചികിത്സിച്ചിരുന്ന രോഗങ്ങളെ മെക്കാനിക്കലായിട്ട് നാം കത്തീറ്റർ കടത്തി അത് വികസിപ്പിച്ച് ഹൃദയധമനിക്കുള്ളിൽ, പ്രത്യേകിച്ച് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോഴും ഹൃദയധമനിക്കുള്ളിൽ ഈ കത്തീറ്റർ കടത്താമെന്നും അത് അപകടമല്ലെന്നും രോഗിയെ രക്ഷിക്കാൻ പറ്റുമെന്നും പണ്ടൊക്കെ പേടിയായിരുന്നു. ഹാർട്ട് അറ്റാക്ക് വന്ന് ഹൃദയത്തെ തൊടുക തീർച്ചയായിട്ടും അപകടകരമായ ഒരു കാര്യമാണത്. അതൊക്കെ നാം അറിഞ്ഞുകൊണ്ട് അത് ചെയ്യുകയും ചെയ്യുന്ന ആ പ്രതിഭാസമാണ് ആൻജിയോപ്ലാസ്റ്റി. പക്ഷേ ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പലപ്പോഴും ആ ഹൃദയധമനി വികസിപ്പിച്ച ഒരു ബലൂൺ കൊണ്ട് വികസിപ്പിച്ച ആ ധമനി വീണ്ടും ചുരുങ്ങുവാനുള്ള സാഹചര്യമുണ്ടാകുകയും ആ ചുരുങ്ങലിനെ തടയുവാനായി അവിടെ ഒരു സ്റ്റെൻറ്റ്, ഒരു ലോഹനിർമ്മിത ചുരുൾ, ഒരു കുട വികസിപ്പിച്ച് എപ്രകാരം കുടക്കമ്പികൾ ആ കുടയെ വികസിപ്പിച്ച് നിർത്തുന്നത് പോലെ ആ ലോഹ നിർമ്മിത ചുരുൾ ആ ഹൃദയധമനിയെ വികസിപ്പിച്ച് നിർത്തുകയാണ്. അതൊരു ലോഹമായതുകൊണ്ട്, മെറ്റലായതുകൊണ്ട് തീർച്ചയായിട്ടും രക്തം ഓടുന്നിടത്ത് അവിടെ കട്ട ഉണ്ടാകുമെന്നും അതുകൊണ്ട് തന്നെ ആൻജിയോപ്ലാസ്റ്റിയും സ്റ്റെൻറ്റും ഇട്ടവർക്ക് തീർച്ചയായിട്ടും പിന്നീട് ആജീവനാന്തം രക്തം നേർപ്പിക്കുന്ന ഗുളികകൾ കഴിച്ചുകൊണ്ടിരിക്കണം. കാര്യം പിന്നീട് അവിടെ രക്തക്കൊട്ട ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അത് കൃത്യമായി രോഗി എടുക്കുന്നുണ്ടോ എന്ന് ഉദ്രവ വിദഗ്ധൻ അത് അറിയുകയും വേണം. അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ സ്റ്റെൻറ്റ് എന്ന് പറയുന്നത് ഒരു ലോഹനിർമ്മിത ചുരുളാണ്. അതിപ്പോൾ പല വിധത്തിലുണ്ട്. സ്വയം ബയോ അബ്സോർബിളുണ്ട്. ആദ്യമൊക്കെ ബെയർ മെറ്റലായിരുന്ന ഔഷധം വഹിക്കാത്ത, ഇപ്പോൾ ഔഷധവാഹിനി സ്റ്റെൻറ്റുകളുണ്ട്. സ്റ്റെൻറ്റുകളിൽ ഔഷധം ഇട്ടിട്ട് അവിടെ തന്നെ അധികം ചുരുങ്ങലിലേക്ക് പോകുന്ന ടിഷ്യൂ ദശയൊന്നും വളരാത്ത രീതിയിലുള്ള പരിവർത്തനങ്ങൾ നടത്തുന്ന ഔഷധങ്ങൾ അങ്ങനെ ഒത്തിരിയുണ്ട്. അപ്പോൾ സ്റ്റെൻറ്റ് ഇടുന്നു, ആ ഓട്ടം സുഗമമാകുന്നു, രോഗിയുടെ ജീവിതവും വളരെ മെച്ചപ്പെടുന്നു. ഒറ്റ കാര്യം, അതിനുശേഷം ദ്രവവിദഗ്ധൻ പറയുന്ന രക്തം നേർപ്പിക്കുന്ന മരുന്നുകൾ, ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രൽ, അതുപോലെ ഈ പറയുന്ന ഡാബിഗട്ടർ, ഓരോ തരത്തിലുള്ള മരുന്നുകൾ, ഇതെല്ലാം കൃത്യമായി സേവിക്കണമെന്ന് മാത്രം.